അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മുസ്ലിങ്ങൾക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ ഷിർക്ക് കടന്നു വരികയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളായ മുസ്ലിങ്ങളായ ആളുകൾ അവർ ഷിർക്ക് ചെയ്തു, ഇവർ ഷിർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് കേവലം അടിസ്ഥാനരഹിതമാണ്. കാരണം മുസ്ലിമായാൽ പിന്നെ ഷിർക്ക് വരില്ല, ഷിർക്കിനെ പേടിക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് തന്നെ ഷിർക്ക് ചെയ്യുന്നു, ഇത് ഷിർക്കാണ്, അങ്ങനെ ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗം ആളുകളെ ആക്ഷേപിക്കുന്നത് ഷിർക്ക് ആരോപണമാണ് എന്നാണ് പലപ്പോഴും പറഞ്ഞു വെക്കാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി ചില ഹദീസുകളിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി പറഞ്ഞു, വഇന്നി വല്ലാഹി മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ഷിർക്ക് ചെയ്യുന്നതിനെ ഞാൻ ഭയപ്പെടുന്നില്ല എന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ ഹദീസിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നത് മുസ്ലിം സമുദായം ഒന്നടങ്കം ആകമാനം സകലമാനവും ഷിർക്കിലേക്ക് പോകും എന്നതിനെ തൊട്ട് റസൂലുള്ളാഹി ഭയപ്പെടുന്നില്ല എന്നാണ്. നേരെ മറിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ഷിർക്കൻ വിശ്വാസം കടന്നു വരും എന്നു തന്നെ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നമുക്ക് വ്യക്തമാക്കിയത് കാണാൻ കഴിയും. ഇപ്പോൾ 12-ാം അധ്യായം 106-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അധികം ആളുകളും അള്ളാഹുൽ വിശ്വസിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഷിർക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ ഷിർക്ക് ചെയ്തിട്ട് അള്ളാഹുൽ വിശ്വസിക്കുന്ന അധികം ആളുകളുമുണ്ട് എന്ന സൂചന ഖുർആനിലുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ അത് പറയുന്നുണ്ടല്ലോ, വലാ തഖൂമുസ്സാഅ, ലോകാവസാനം സംഭവിക്കുകയില്ല, ഹത്താ തൽഹഖ ഖബാഇലു മിൻ ഉമ്മതി ബിൽ മുശ്രിക്കീൻ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട, പ്രവാചകൻ പറയാണ്, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു സംഘം ആളുകൾ മുശ്രിക്കീങ്ങളുമായി കൂടിക്കലരുന്നത് വരെ, വഹത്താ തഅബുദ ഖബാഇലു മിൻ ഉമ്മതി അൽ ഔസാൻ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു സംഘം ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വരെ. വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ ഒരു പ്രതിമയെ നാട്ടി ആരാധിക്കൽ മാത്രമല്ല, ഖബറിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് വസന യുഅബദ്, ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്നാണ്. അപ്പൊ ഖബറിനെ ആരാധിച്ചു കഴിഞ്ഞാൽ അത് വിഗ്രഹാരാധനയാണ് എന്ന സൂചനയും കൂടി ഈ ഹദീസിലുണ്ട്. അതേപോലെ തന്നെ ഫത്ഹുൽ ബാരിയിൽ നമുക്ക് കാണാൻ കഴിയും, വഖൗലുഹു മാ ഖാഫു അലൈക്കും അൻ തുശ്രികൂ ഐ അലാ മജ്മൂഇക്കും, പ്രവാചകൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മേൽ ഷിർക്ക് വരില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഷിർക്ക് ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ ഒന്നടങ്കം ഷിർക്ക് ചെയ്യുകയില്ല എന്നാണ്. ലിഅന്ന ദാലിക ഖദ് വഖഅ മിനൽ ബഅദി അആദനല്ലാഹു തആല, എന്നാൽ ചില ആളുകളിൽ, ചില വിഭാഗങ്ങളിൽ അത് വരും. അള്ളാഹു അതിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ എന്ന് ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസിനെ വിശദീകരിച്ച് സാക്ഷാൽ ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷിർക്ക് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് ഷിർക്ക്, കുഫ്ർ, നിഫാഖ്, ഹറാമുകൾ. ആ രൂപത്തിൽ തിന്മകളിൽ നിന്ന് മാറി വിശ്വാസശുദ്ധിയോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം. ഖബറാരാധനയും വിഗ്രഹാരാധനയും ഒക്കെ ഇസ്ലാമിക വീക്ഷണത്തിൽ വലിയ പാപമാണ്. ഏകനായ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിന് പുറമെ ആരോട് സഹായം തേടിയാലും അത് ഷിർക്കാണ്. അത് നബിയാകട്ടെ, ഔലിയാക്കന്മാരാവട്ടെ, ബീവിമാരാവട്ടെ, ഉസ്താദുമാരാവട്ടെ, മരണപ്പെട്ടവരാവട്ടെ, ജീവിച്ചവരാവട്ടെ, അള്ളാഹുവിന് പുറമെ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ മറ്റുള്ളവരെ വിളിക്കുന്നത് ഷിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.